എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ മോളുടെ പ്രഗ്നൻസിയെക്കുറിച്ച് കാര്യം പറയാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പ്രസവിച്ച് തന്നെ 1 മാസം ഇല്ല, ഇതിനകത്ത് എമർജൻസി ആയിട്ട് പോവേണ്ടി വന്നാൽ ശേഷം ഞാൻ നിങ്ങളോട് സന്തോഷമായ വാർത്ത പങ്കുവയ്ക്കാൻ കഴിയണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണേ. നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി യൂട്യൂബിലെ പുതിയ പുതിയ കൂട്ടുകാരും അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് 5 വയസ്സ് തുടങ്ങി. അപ്പം അങ്ങനെ ഇരിക്കെ ആദ്യത്തെ പ്രസവത്തിൽ BP ഒക്കെ ഉണ്ടായിരുന്നു. BP നല്ല ഹൈ BP ഒക്കെ ആയിരുന്നു. അപ്പോൾ ബ്ലഡ് തലയിൽ ക്ലോട്ടായി. അങ്ങനെ സീരിയസ് ആയിട്ടാണ് ഇവിടുന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയിലാണ് അഡ്മിറ്റ് ചെയ്തത്. 8 മാസവും തികഞ്ഞ് ഒരാഴ്ചയും കൂടെ ആയപ്പോഴത്തേക്ക് BP കൂടിയാണ് ഞങ്ങൾ അഡ്മിറ്റ് ആക്കിയത്. അങ്ങനെ അവിടെ നിന്ന് നല്ല സീരിയസ് ആയിട്ടാണ് SIT ഹോസ്പിറ്റലിലേക്ക് വിട്ടത്. അപ്പോൾ അവിടെ പോയി 2 ആംബുലൻസിലാണ് 108ലാണ് കൊണ്ടുപോയത്. 108 എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കയറുന്ന സംഭവമാണ്. എനിക്കിത് അതിനെപ്പറ്റി അറിഞ്ഞുണ്ട്. അപ്പോൾ ഇത്രയും എമർജൻസി ആയിട്ട് കൊണ്ടുപോകണം, കുഞ്ഞിനെയും അമ്മയും രക്ഷിക്കണം എന്ന്. അത്രയും ലോക്ക്ഡൗൺ സമയം കൂടിയായിരുന്നു, കൊറോണ കൂടി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എഴുതിയൊക്കെ വാങ്ങണം വാഹനങ്ങൾ വിടണമെങ്കിൽ. അപ്പം ഞാൻ മാത്രമേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ സീരിയസ് ആയിട്ടാണ് ഞങ്ങളെ അവിടെ നിന്ന് വിട്ടത്. നമ്മൾ ഒരുപാട് ഇങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോയാൽ ഒരുപാട് ലെങ്ത് കൂടും, ചുരുക്കി പെട്ടെന്ന് പറയാം. ഇതിനകത്ത് കടന്നു വന്ന വഴികൾ ചിന്തിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കാൻ പറ്റൂല, അത്ര ടെൻഷനും കാര്യങ്ങളൊക്കെ അനുഭവിച്ചതാണ്. അവിടെ നിന്ന് എമർജൻസി ആയിട്ട് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി അവളെ അങ്ങ് കൊണ്ടുപോയി. അപ്പം 4 ദിവസം നമ്മൾ ഈ കൊണ്ടുപോയ 4 ദിവസവും നമ്മൾ പുറത്ത് ആയിരുന്നു, കിടക്കായിരുന്നു. നമുക്ക് വാർഡിൽ പോലും നമ്മളെ അഡ്മിറ്റ് ചെയ്തില്ല. അവർ നേരെ പ്രസവ വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. അങ്ങനെ അവിടെ പോയി ഒരു കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. ചോദിക്കുന്നു, ബ്ലഡ് എടുക്കുന്നു, ബ്ലഡിന് പിന്നെ തുണ്ടുകളൊക്കെ കൊണ്ടുവരുന്നു, മരുന്ന് വാങ്ങുന്നു. അങ്ങനെ ഒരു മരുന്നെന്ന് പറഞ്ഞാൽ എഴുതിയത് ഒരു ചെമ്മട് മരുന്നുണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ തുണ്ട് കൊണ്ടു കൊടുക്കും, അവർ വാങ്ങി. പുറത്തുനിന്ന് ചേട്ടനും മരുമോനും ഉണ്ടായിരുന്നു, അവർ വാങ്ങി എൻ്റെ കയ്യിലേക്ക് ഞാൻ തിരിച്ച് അവിടെ കൊണ്ടുവന്ന് കൊടുക്കും. ശ്രീവിദ്യയുടെ ആളെന്നും പറഞ്ഞ് കൊണ്ടു കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ കുഞ്ഞ് നമ്മൾ അഡ്മിറ്റായി 3ാമത്തെ ദിവസമാണ് കുഞ്ഞിനെ പ്രസവിച്ച് കിട്ടിയത്. അപ്പോൾ 8 മാസം ഒരാഴ്ച ആയെങ്കിലും 6 മാസത്തെ വളർച്ചയുള്ളൂ. കുഞ്ഞ് 1.5 കിലോ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞ് വെയിറ്റ് കുറവായതുകൊണ്ട് പ്രസവിച്ച് വരാൻ നല്ല ഒരു ഇതായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ഒരു 2 ദിവസം ഒരു ടെൻഷൻ തന്നെയാണ്. കാരണം 100 പേപ്പറിൽ അപ്പോഴപ്പോഴും അവർ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഒപ്പിട്ട് ഭർത്താവിൻ്റെ നിന്ന് ഒപ്പിട്ട് വാങ്ങും. ടെൻഷൻ കൂട്ടുക എന്നതാണ് കടന്നുപോയ അവസ്ഥ. അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് കുറവായിരുന്നു. നഴ്സറിയിലൊക്കെ വെച്ചിട്ടാണ് 11ാമത്തെ ദിവസമാണ് ഞങ്ങളെ വീട്ടിലേക്ക് വിട്ടത്. അപ്പോഴും സൂക്ഷിക്കണം. അപ്പോൾ അവളുടെ കൊച്ചിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളും കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇതുവരെ എത്തി. അവൾക്ക് 5 വയസ്സാവാൻ പോകണം, അവൾക്ക് വേറൊരു കുഴപ്പമില്ല. അപ്പോൾ പ്രസവത്തിന് പ്രശ്നമുള്ളത് കൊണ്ടാണ് 2ാമത്തെ പ്രഗ്നൻസി ആയപ്പോഴത്തേക്കും ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ബ്ലഡിൻ്റെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പാറശാലയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ബുദ്ധിയുടെ വളർച്ച കുറവാണെന്നാണ് അതിൽ കാണിക്കുന്നത്. ഡൗൺ സിൻഡ്രം എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഞങ്ങൾ ഇത് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഡൗൺ ആയി. അങ്ങനെ ഡോക്ടറിനെ എത്രയും പെട്ടെന്ന് SIT കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ SIT കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടറെ കണ്ട്. അപ്പോൾ നമ്മളിത് വേണ്ട എന്ന്, അങ്ങനെയുള്ളൊരു കുഞ്ഞാണെങ്കിൽ നമുക്ക് വേണ്ട എന്ന് തീരുമാനിച്ച് തന്നെയാണ് നമ്മൾ കളയാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന ഡോക്ടർ ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റിൻ്റെ ബലത്തിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണ്ട, നമുക്ക് കുഞ്ഞിൻ്റെ ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന് ശകലം വില കൂടുതലാണ്. എന്നാലും അത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും ഇതിങ്ങനെ ആണെങ്കിൽ നമുക്ക് വേണ്ട എന്ന് വെക്കാം. അപ്പം മുന്നോട്ട് പോകണ്ട. ഇല്ല എങ്കിൽ ഒരു നല്ലൊരു കുഞ്ഞാണെങ്കിൽ നമ്മൾ അത് കളയുന്നത്. ഡോക്ടറിൻ്റെ ഉപദേശം തിരിച്ചു കേട്ടിട്ട് നമ്മൾ ഇവിടെ വന്നു. അപ്പോൾ പാതി മനസ്സിൽ മരുമോ നിൽക്കുകയാണ്. എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയും പോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ ഒരുവിധം കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിക്കും. അപ്പോൾ തലേ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. ഇങ്ങനെ നല്ലൊരു കുഞ്ഞാണ് ജനിക്കുന്നത്. അത് പറയാമോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു കുഞ്ഞിൻ്റെ മുഖമാണ് എനിക്ക് കളിച്ച് കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ വേറെ ഒരു കുഴപ്പമില്ലാത്തൊരു കുഞ്ഞാണ് എൻ്റെ മകളുടെ അടുത്ത് കിടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇതെനിക്ക് അപ്പം ഇങ്ങനെ കാണിച്ചത് കൊണ്ട് ഞാൻ പിറ്റേ ദിവസം എൻ്റെ മോളോട് പറഞ്ഞു, മക്കളെ ഇത് കളയണ്ട, ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞത് ശരിയായിരിക്കും, നമുക്കിത് ഈ ടെസ്റ്റ് നടത്താം എന്നും പറഞ്ഞ് അങ്ങനെ ആ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആ ടെസ്റ്റ് ചെയ്തു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അങ്ങനെ
ഒരു പ്രശ്നമേ ഇല്ല ആ കുഞ്ഞിന്. ഫ്ലൂയിഡ് എടുത്താണ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനെ 4-5 മാസം എൻ്റെ മോൾ ഇവിടെ ഉണ്ടായിരുന്നു വീട്ടിൽ. അതൊക്കെ അവൾ ആ ഒരു സാഹചര്യവും മാനസികമായ ആ ഒരു ടെൻഷനും കാര്യങ്ങളെല്ലാം മാറി അവളിപ്പം അവളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ഇപ്പോൾ 8 മാസം തികഞ്ഞ് 9 മാസം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ടൊക്കെ ഇങ്ങനെ മാറിയൊക്കെ വന്നു. എന്നാലും പ്രസവിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിലെന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള ഒരു ആ ടെൻഷനും കാര്യങ്ങളും നമുക്ക് മാറിക്കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. എത്ര പേർക്ക് മനസ്സിലാകും എന്നെനിക്കറിയില്ല. എന്നാൽ എൻ്റെ ചെറിയൊരു വീഡിയോയിൽ ഒതുക്കാമെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ചുരുക്കുന്നു. അടുത്ത വിശേഷമായി പിന്നെ പറയാം.